എല്ലാവരും ഉന്നയിക്കുന്ന മറ്റൊരു സംശയം പ്രവാസികളുടെ കാര്യം എന്ത് ചെയ്യും എന്നതാണ്. പ്രവാസികൾ മാത്രമല്ല, BLO വീട്ടിൽ വരുമ്പോൾ മറ്റൊരിടത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പല ജോലി ആവശ്യാർത്ഥം, പഠനാവശ്യാർത്ഥം ഒക്കെ മാറിപ്പോയവരുണ്ടാകും. 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും ഒരുപക്ഷെ അതിനുശേഷം മാറി താമസിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവർക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനിൽ ഫില്ല് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവർ ഓൺലൈനിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പ്രവാസികൾക്ക് നാട്ടിലൊരു ബന്ധുവിനെ വഴി ഈ ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവർ ഈ ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പരമാവധി BLO വഴി തന്നെ BLOയുമായി കോൺടാക്ട് ചെയ്ത് BLOയുടെ നമ്പർ നമ്മളുടെ എപ്പിക് ID ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നമ്മുടെ BLOയുടെ നമ്പർ കിട്ടും. ആ BLOയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഒരു ഫോറം ഫില്ല് ചെയ്യാൻ നമ്മുടെ ഒരു ബന്ധുവിനെ ചുമതലപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രവാസികൾക്കെല്ലാം പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് തന്നെ നാട്ടിലൊരു ബന്ധുവിനെ ഉപയോഗിച്ച് ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫോറം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വോട്ടൊക്കെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോറം 6A എന്ന് പറയുന്ന 6A ഉപയോഗിച്ച് പ്രവാസികൾക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കാവുന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സാധാരണഗതിയിൽ പുതിയൊരു വോട്ടർ ചേർക്കുന്നത് ഫോറം 6 ആണ്. പ്രവാസികൾക്ക് ഫോറം 6A ആണ്. അപ്പോൾ ഫോറം 6A ഓൺലൈനിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 2025 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരു പ്രവാസിയാണെങ്കിൽ ഫോറം 6A ഉപയോഗിച്ച് അവരുടെ ഓൺലൈനിൽ അവരുടെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത്തരം അപേക്ഷകളെല്ലാം SIR പൂർത്തിയായതിനു ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ എന്നത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ SIR പ്രക്രിയയിൽ പ്രവാസികൾക്ക് പങ്കാളിയാവാൻ നാട്ടിലെ ഒരു ബന്ധുവിനെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ പ്രവാസി വോട്ടുകൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത്. എങ്കിലും പ്രവാസികൾ എല്ലാവരും ഇതിൽ പങ്കാളിയാവണം. വോട്ടർ പട്ടിക പേരില്ലാത്ത പ്രവാസികൾ എത്രയും പെട്ടെന്ന് 6A ഫില്ല് ചെയ്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്.